നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഈ കാണുന്ന SPD എങ്ങനെയാണ് നമ്മുടെ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് ഇതിനുള്ളത്, ഇതിൻ്റെ കംപ്ലീറ്റ് ഡാറ്റ ഞാൻ വിവരിക്കുന്നതാണ്. നോമിനൽ വോൾട്ടേജ് വരുന്നത് എത്രയാണോ അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ട് ചെയ്ത് കളയും. അതാണ് ഈ ഡിവൈസ് ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു akrtechnical മലയാള യൂട്യൂബ് ചാനൽ. akrtechnical മലയാള യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അഭിലാഷ്. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്പരമായ വീഡിയോകളാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്പരമായ വീഡിയോകൾ കൂടുതൽ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നതിൽ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായി പകർന്നു വരുന്നതിനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് നന്ദി. നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, akrtechnical.com എന്നാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തുടർന്നും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ അറിവുകൾ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും പകർന്നു നൽകുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും സർജ് പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് ചെയ്ത് കളയുന്നതിനുള്ള ഉപകരണമാണ്. ഇത് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരാതെ ഇത് കൂടുതൽ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിനെ അപ്പോൾ തന്നെ ഇത് ഗ്രൗണ്ട് ചെയ്ത് കളയും. നമ്മുടെ വീട്ടിലെ വയറിങ്ങിനും അതുപോലെ ഉപകരണങ്ങൾക്കും പ്രൊട്ടക്ഷൻ തരുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള സർജ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് വയ്ക്കുന്നത് വളരെ ഉപകാരമാണ്. ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ കേടുവരാറുണ്ട്. നിശ്ചിത വോൾട്ടേജിന് മുകളിൽ കൂടുതൽ നമ്മളുടെ ഔട്ട്പുട്ട് സപ്ലൈ വരികയില്ല. ക്ലാസ് 1ഉം ക്ലാസ് 2 ഇങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. സർജ് പ്രൊട്ടക്ഷനും ലൈറ്റ്നിങ് പ്രൊട്ടക്ഷനും വേണ്ടി രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുമുണ്ട്. അതായത് തനിയെ ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 എന്നിങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ട്. കൂടാതെ ക്ലാസ് 1ഉം 2ഉം കൂടി ഉള്ളതാണ് ഈ കാണുന്ന SPD. ക്ലാസ് 1 and 2 കമ്പൈൻഡ് SPD ആണ് ഈ കാണുന്നത്. ഇതിൽ മുകളിലായിട്ടാണ് നമ്മളിവിടെ ലൈൻ 1, ലൈൻ 2, ലൈൻ 3, N എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ RYB ന്യൂട്രൽ കണക്ട് ചെയ്യേണ്ടത്. ഈ കാണുന്നത് ഇസ്ക്ര എന്ന കമ്പനിയുടേതാണ്. ഇവിടെ നിങ്ങൾ കാണാം ISPRO B2S എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പറാണ് ഈ കാണുന്നത്. ഈ B ടൈപ്പ് വരുന്നത് രണ്ടും കൂടി ഉള്ളതുകൊണ്ടാണ് B എന്ന് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ഓരോ കമ്പനിക്കും പല കോഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡാറ്റകൾ എന്താണെന്ന് നോക്കിയാൽ മാത്രമേ ഇത് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇത് രണ്ട് ടൈപ്പും ഉണ്ടോ അതോ ഒരു ടൈപ്പ് മാത്രമാണോ എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ഡാറ്റ ഈ മോഡൽ നമ്പർ അടിച്ചു കൊടുത്ത് അതിൻ്റെ ഡാറ്റ നോക്കേണ്ടി വരും. ഇതിപ്പോൾ രണ്ടും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ എഴുതിയിരിക്കുന്ന ഡാറ്റകൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. അതിനായി നമുക്കൊന്ന് സൂം ചെയ്യാം. ഈ ഫസ്റ്റ് കാണുന്ന UC എന്നാണ്. UC 385 വോൾട്ട് AC എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മാക്സിമം കണ്ടിന്യൂസ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് 385 വോൾട്ടേജാണ്. നമുക്ക് നോർമലി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് 250ക്ക് താഴെയായിരിക്കും. ഇതിൽ ന്യൂട്രലിൻ്റെ ഈ മൊഡ്യൂളിൽ UC എഴുതിയിരിക്കുന്നത് 255 വോൾട്ട് AC ആണ്. അതായത് 255 വോൾട്ടിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അത് ഗ്രൗണ്ട് ചെയ്ത് കളയും. അതായത് നമ്മുടെ ഔട്ട്പുട്ട് സപ്ലൈയിലേക്ക് 255 വോൾട്ടിന് മുകളിൽ ഒരിക്കലും വരികയില്ല. അതാണ് ഈ ഡിവൈസ് ചെയ്യുന്നത്. UCയുടെ യൂണിറ്റാണ് വോൾട്ടേജ്. അത് DC ആകാം, AC ആകാം, അത് ഏത് വേണമെങ്കിലും ആകാം. UC ഇവിടെ എത്രയാണോ എഴുതിയിരിക്കുന്നത് അതിൻ്റെ AC യോ DC യോ ഇത് AC ആണ് എഴുതിയിരിക്കുന്നത്. ഇത് ACക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്, അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് വേണ്ടി മാത്രം, അതായത് നമ്മുടെ വീട്ടിലെ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇതിൽ DC ആണെങ്കിൽ ഇവിടെ വോൾട്ടേജ് DC എന്നെഴുതും. അടുത്തത് IN എന്താണെന്ന് നോക്കാം. IN എന്ന് പറഞ്ഞാൽ നോമിനൽ ഡിസ്ചാർജ് കറണ്ടാണ്. ഇതിൻ്റെ യൂണിറ്റ് KAയിലാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ നിങ്ങൾ കാണാം KA എന്ന് എഴുതിയിട്ടുണ്ട്. ന്യൂട്രലിൻ്റെ പോയിന്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ IN എഴുതിയിരിക്കുന്നത് 30 KA ആണ്. അതായത് ഫേസിൽ 25 KAയും ന്യൂട്രലിൽ 30 KAയുമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് KA റേറ്റിംഗ് എന്താണെന്ന് അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. KA റേറ്റിങ്ങിനെ പറ്റി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് IMAX ആണ് ഇവിടെ ഉള്ളത്. IMAX എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്ചാർജ് കറണ്ടാണ്. ഇത് നോമിനൽ ഡിസ്ചാർജ് കറണ്ട്, ഇത് മാക്സിമം ഡിസ്ചാർജ് കറണ്ട്. IN എന്ന് പറഞ്ഞാൽ നോമിനൽ ഡിസ്ചാർജ് കറണ്ട്, IMAX എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്ചാർജ് കറണ്ടാണ്. അതിൻ്റെ യൂണിറ്റും KAയിലാണ് കൊടുത്തിരിക്കുന്നത്. 60 KA. ന്യൂട്രൽ കൊടുത്തിരിക്കുന്നത് 50 KA ആണ്. അടുത്തത് I ക്യാപിറ്റൽ എഴുതിയിട്ട് IMP എന്ന് സ്മോൾ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്.
ഇത് 12.5 K ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ന്യൂട്രലിൽ അത് 50 K ആണ് കൊടുത്തിരിക്കുന്നത്. IMP എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് കറണ്ട് എന്നാണ്. അടുത്തത് UP ആണ്. യു ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് സ്മോൾ ലെറ്ററിൽ P എഴുതിയിട്ടുണ്ട്. അത് ലെസ് ദാൻ 1.7 kV എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് KVയിലാണ് വരുന്നത്. അതായത് 1.7 kV എന്ന് പറഞ്ഞാൽ 1700 വോൾട്ട് താഴെ ഇത് ഗ്രൗണ്ട് ചെയ്ത് കളയുന്നതാണ്. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡിവൈസ് കംപ്ലൈൻ്റ് ആകുന്നതാണ്. ഡിവൈസ് ഷോർട്ടായി പോകും. ഈ 1.7 kVക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഷോർട്ടാകുകയും ഈ കാണുന്ന ബ്രേക്കർ ട്രിപ്പ് ആവുകയും ചെയ്യും. സിംഗിൾ പോളിലും ഡബിൾ പോളിലും ഈ SPD നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും പറയുകയാണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെക്കാവുന്നതാണ്. കൂടാതെ UOC എന്താണെന്ന് നോക്കാം. അത് 10 kV ആണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ 10 kV ആണ്. രണ്ടിനും സെയിം kV ആണ്. ന്യൂട്രലിനും ഫേസിനും സെയിം kV ആണ് എഴുതിയിരിക്കുന്നത്. UOC എന്ന് പറഞ്ഞാൽ റെസിഡ്യൂവൽ വോൾട്ടേജ് ആണ്. ഇവിടെയായി ഒരു ഫ്യൂസിൻ്റെ സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 160A GL എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാക്കി ഫ്യൂസ് കൊടുക്കേണ്ട കപ്പാസിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 160 ആംപിയർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഫേസുകളിൽ മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ. 3 ഫേസ് മാത്രം ഇവിടെ കൊടുത്താൽ മതിയാവും. ന്യൂട്രൽ ഡയറക്റ്റ് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിവിടെ ന്യൂട്രൽ കൂടി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം RYB ന്യൂട്രൽ ഞാൻ ഒരു ഐസൊലേറ്ററിൽ 4 പോൾ ഐസൊലേറ്ററിൽ ഇവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് വയറിങ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതിൽ നിന്നും വയറിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻപുട്ട് സപ്ലൈ നമുക്ക് നേരിട്ട് ബ്രേക്കറിലേക്കാണ് കൊടുക്കുന്നത്. ബ്രേക്കറിൽ നിന്നും 50 സെൻറ്റിമീറ്ററിന് മുകളിൽ ഇതിലേക്കുള്ള വയർ ലെങ്ത് കൂടാൻ പാടില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചെറിയ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വയറാണ്. 50 സെൻറ്റിമീറ്റർ വരെ നമുക്ക് ഇവിടെ നിന്നും ഇതിലേക്ക് ലൂപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കംപ്ലീറ്റ് വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ബ്രേക്കർ ഏതാണോ മെയിൻ ബ്രേക്കറിലേക്ക് ഇൻപുട്ട് വരുന്ന ബ്രേക്കറിൽ നിന്ന് ഔട്ട്പുട്ട് സ്പ്ലിറ്റ് ചെയ്ത് RCCBയിലേക്കും നമ്മുടെ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ മിനിമം 6² mm വയർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത് ഇപ്പോൾ ഞാനിവിടെ കണക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് 4² mm വയറാണ്. അതുപോലെ തന്നെ ഈ P എന്ന് എഴുതിയിരിക്കുന്നത് ഗ്രൗണ്ട് ചെയ്യാനുള്ള പോയിൻ്റാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ DB എർത്തിലേക്ക് കൊടുക്കാവുന്നതാണ്. ചിലരൊക്കെ DB എർത്തിൽ തന്നെ കൊടുക്കാറുണ്ട്. ഇത് കൂടാതെ സെപ്പറേറ്റ് എർത്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. DB എർത്തിൽ കൊടുക്കുന്നത് ശരിയായ രീതിയല്ല. ഇത് സെപ്പറേറ്റ് ഒരു എർത്ത് കൊടുത്തിട്ട് ഇത് എർത്ത് ചെയ്യേണ്ടതാണ്. DB എർത്തിൽ കൊടുത്താൽ എന്തൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ എർത്ത് വരാൻ ചാൻസ് ഉണ്ട്. വളരെ നാനോ സെക്കൻഡിലാണ് അടിക്കുന്നതെന്ന് പറഞ്ഞാലും അതിൽ നമ്മൾ ആ ഡിവൈസിൻ്റെ സൈഡിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. സെപ്പറേറ്റ് ഒരു എർത്ത് ബിറ്റ് അടിച്ച് ഗ്രൗണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് മെയിൻ DBയിലാണ് ഇൻപുട്ട് സപ്ലൈ കിടക്കുന്നതെങ്കിൽ അവിടെ നിന്നും 50 സെൻറ്റിമീറ്ററിന് ഇപ്പുറത്ത് ഇത് പിടിപ്പിക്കാവുന്നതാണ്. അതിൽ കൂടാൻ പാടില്ല. ഇത് 3 ഫേസിനെയാണ്. സിംഗിൾ ഫേസിനാണെങ്കിൽ ഇതുപോലെ 2 മൊഡ്യൂളെ വരികയുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാം. ഇതുപോലെ റിമൂവ് ചെയ്യാവുന്നതാണ് ഈ ഡിവൈസ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന വോൾട്ടേജിന് മുകളിൽ പോയാൽ ഇത് ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ അത് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്ത് ഇത് സിംഗിൾ പീസായിട്ട് മാറാവുന്നതാണ്. ഇവിടെ ഒരു ഇൻഡിക്കേഷൻ വരും. ഇവിടെ ഇപ്പോൾ ബ്ലാക്കാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നോർമൽ കണ്ടീഷനിൽ ബ്ലാക്ക് ആയിരിക്കും. എങ്ങനെയാണ് ഇത് കംപ്ലൈൻ്റ് ആയി എന്ന് മനസ്സിലാക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇതിൽ ഇപ്പോൾ ബ്ലാക്ക് ആണ് കാണിച്ചിരിക്കുന്നത്, ഇൻഡിക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ഇവിടെ റെഡ് ഇൻഡിക്കേഷൻ വരുന്നതാണ്. റെഡ് ഇൻഡിക്കേഷൻ ആണെങ്കിൽ ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നായി റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതാണോ പോയിരിക്കുന്നത് അത് ഇതുപോലെ റിമൂവ് ചെയ്ത് നമുക്ക് ഇത് മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും പറയുകയാണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെക്കാവുന്നതാണ്. ഇതുപോലെ ബ്രേക്കറിൽ കൂടി മാത്രമേ ഇത് കണക്ട് ചെയ്യാവുള്ളൂ. ഇത് ഡയറക്റ്റ് ഇതിൽ കണക്ട് ചെയ്യരുത്. ഇത് എപ്പോഴെങ്കിലും നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചേഞ്ച് ചെയ്യാൻ. അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ മറ്റ് പ്രൊട്ടക്ഷനും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും ഇതിൽ ഈ MCB വഴി നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ആയാലും ഈ ഡിവൈസ് നമുക്ക് ഈ MCB ട്രിപ്പായി നമുക്ക് ഇതിൽ പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. ഇത് പലർക്കും സംശയമുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ചില കൂട്ടുകാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് സാർ, ഇത് എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ, എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് DBയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബോക്സിൽ ഇതുപോലെ ഇൻപുട്ട് സപ്ലൈ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻപുട്ട് സപ്ലൈ വരുന്ന മെയിൻ ബ്രേക്കറിൽ നിന്നും 50 സെൻറ്റിമീറ്ററിന് താഴെ മാത്രമേ ഈ വയറിൻ്റെ ലെങ്ത് പാടുള്ളൂ. 50 സെൻറ്റിമീറ്ററിന് താഴെ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. 50 സെൻറ്റിമീറ്റർ കൂടുതൽ ഈ വയറിന് ലെങ്ത് വരാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. SPD കണക്ട് ചെയ്യുമ്പോൾ
അതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഡി സിയിലാണെങ്കിൽ ഡി സി സോളാർ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് സപ്ലൈക്ക് ഡി സി താഴേക്ക് വരുന്നതിൽ നമുക്ക് താഴെ വന്നിട്ട് താഴെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മുകളിൽ സൗകര്യമുണ്ടെങ്കിൽ, അതായത് ഡി സി സോളാർ സിസ്റ്റത്തിൻ്റെ അടുത്ത് തന്നെ സൗകര്യമുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റിനുള്ള മറുപടി ഞാൻ എത്രയും പെട്ടെന്ന് നൽകുന്നതാണ്. ഹൗസ് വയറിംഗ് പോലെയല്ല എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കൂടുതൽ അറിവ് നേടണം. അതിനുള്ള അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും എന്നെ അറിയിക്കണം. എങ്കിൽ മാത്രമേ എനിക്കത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.